ബദ്ധശത്രുക്കളാണ് ദേവന്മാരും അസുരന്മാരും. പരസ്പരം കണ്ടാൽ ആ നിമിഷം തന്നെ യുദ്ധമുണ്ടാകും. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഈ വൈരം. അമരന്മാരായതുകൊണ്ട് ദേവന്മാർ യുദ്ധത്തിൽ മരിക്കാറില്ല. എന്തിന്, ചെറിയൊരു മുറിവ് പോലും പറ്റുമായിരുന്നില്ല അവർക്ക്. അസുരന്മാരുടെ കാര്യമോ, ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ മാരകമായി പരിക്ക് പറ്റും. അസുരന്മാർ കൂട്ടം കൂടി ആലോചിച്ചു, ഈ ദുര്യോഗം അവസാനിപ്പിക്കാൻ എന്തുണ്ട് വഴി? ഒന്നുകിൽ ദേവന്മാരെ പോലെ അമരന്മാരാവണം. അമരന്മാരാവണമെങ്കിൽ അമൃത് കഴിക്കണം. അത് നടക്കാത്ത കാര്യമാണ്. പിന്നെയുള്ളത് മരിച്ചവരെ ജീവിപ്പിക്കാൻ അറിയുന്ന തപസ്വിയായ ഒരു മഹർഷിയെ കുലഗുരുവായി സ്വീകരിക്കണം. ദിവ്യമായ മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചവർക്കേ മരിച്ചുപോയവരെ ജീവിപ്പിക്കാനാവൂ. ആ മന്ത്രം ആകെ അറിയാവുന്നത് ശുക്രമഹർഷിക്ക് മാത്രം. അസുരന്മാർ പിന്നെ അമാന്തിച്ചില്ല. അവർ ശുക്രമഹർഷിയെ ചെന്ന് കണ്ട് സങ്കടമുണർത്തിച്ചു. കുലഗുരുവായി വരണമെന്ന് ദീനതയോടെ അപേക്ഷിച്ചു. ശുക്രമഹർഷിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം കുലഗുരുവാകാമെന്ന് സമ്മതിച്ചു. അതോടെ അസുരന്മാരുടെ അഹങ്കാരം കൂടി. അവർ ദേവന്മാരെ വെല്ലുവിളിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. യുദ്ധത്തിൽ ദേവന്മാർ അത്ഭുതകരമായൊരു കാഴ്ച കണ്ടു. മരിച്ചു വീണ അസുരന്മാർ ഉറങ്ങി എഴുന്നേറ്റതുപോലെ തിരിച്ചു വരുന്നു. വീണ്ടും യുദ്ധം ചെയ്യുന്നു. ദേവഗുരുവായ ബൃഹസ്പതിക്ക് കാര്യം മനസ്സിലായി. മരിച്ചു വീഴുന്ന അസുരന്മാരെ വീണ്ടും ജീവിപ്പിക്കുന്നത് ശുക്രമഹർഷിയാണ്, മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട്. അദ്ദേഹം ദേവന്മാരോട് യുദ്ധം നിർത്തി പിന്തിരിയാൻ ആജ്ഞാപിച്ചു. ദേവന്മാർ യുദ്ധം നിർത്തി. ബൃഹസ്പതി പറഞ്ഞു, ഇനിയുള്ള ഒരു യുദ്ധത്തിലും നമുക്ക് ജയിക്കാനാവില്ല. അസുരന്മാരുടെ വംശവും നശിപ്പിക്കാനാവില്ല. മൃതസഞ്ജീവനി മന്ത്രം പഠിച്ച ശുക്രമഹർഷിയാണ് ഇപ്പോൾ അസുരന്മാരുടെ കുലഗുരു. ശിവനിൽ നിന്നാണ് അദ്ദേഹം ആ മന്ത്രം സ്വായത്തമാക്കിയത്. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും മൃതസഞ്ജീവനി മന്ത്രം അറിയില്ല. ദേവന്മാർ ആകെ ഭയന്നുപോയി. അവർ തൊഴുകൈകളോടെ ബൃഹസ്പതിയോട് അപേക്ഷിച്ചു, ദയവായി അങ്ങ് തന്നെ ഒരു പോംവഴി പറഞ്ഞു തരണം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബൃഹസ്പതി ഒരു നിമിഷം ആലോചിച്ച ശേഷം പറഞ്ഞു, മറ്റാർക്കും മൃതസഞ്ജീവനി മന്ത്രം അറിയില്ല എന്ന അഹങ്കാരമുണ്ട് ശുക്രമഹർഷിക്ക്. ആ അഹങ്കാരം അടക്കണം. നമ്മളിൽ ആരെങ്കിലും ഒരാൾ ദിവ്യമായ ആ മന്ത്രം പഠിക്കണം. അതും ശുക്രമഹർഷിയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട്. ദേവന്മാർ പേടിയോടെ പരസ്പരം നോക്കി. അവിടുന്ന് എന്താണ് പറയുന്നത്? വൃഷപർവാവിൻ്റെ രാജ്യത്താണ് ശുക്രമഹർഷി താമസിക്കുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് വൃഷപർവാവും. ആരും അറിയാതെ ദേവന്മാർക്ക് എങ്ങനെ അസുരന്മാരുടെ രാജ്യത്തെത്താനാവും? അഥവാ എത്താനായാലും ശുക്രമഹർഷി മന്ത്രം പഠിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിലോ? മാത്രമല്ല, മന്ത്രം പഠിക്കാനാണെങ്കിൽ പോലും വൃഷപർവാവിൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നത് അപകടമല്ലേ പ്രഭോ? ബൃഹസ്പതി പുഞ്ചിരിച്ചു. അപകടമാണ്. തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷയും വേണ്ട. എന്നാലും പോകാതിരിക്കാനാവില്ല. നമ്മളിലൊരാൾ ആ മന്ത്രം വശത്താക്കിയേ തീരൂ. എന്ത് ത്യാഗം സഹിച്ചാലും. ദേവന്മാർ കൂട്ടം കൂടി ആലോചിച്ചു. ദേവഗുരു പറഞ്ഞത് ശരിയാണ്. മൃതസഞ്ജീവനി മന്ത്രം ദേവന്മാരിലൊരാൾ പഠിച്ചേ തീരൂ. പക്ഷേ മന്ത്രം പഠിക്കാൻ ആരാണ് അങ്ങോട്ട് പോകാനുള്ളത്? പോകുന്നയാൾ സമർത്ഥനാവണം. ശുക്രമഹർഷിയുടെ പ്രീതി ആർജിക്കാൻ കഴിവുള്ളവനാകണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാൻ വന്നിട്ടുള്ള ചാരനാണെന്ന് അസുരന്മാർ മനസ്സിലാക്കുകയും അരുത്. ബൃഹസ്പതിയുടെ പുത്രനായ കജൻ ദേവന്മാരുടെ സങ്കടം അറിഞ്ഞു. ശുക്രമഹർഷിയുടെ ശിഷ്യനാകാൻ താൻ തയ്യാറാണെന്ന് അയാൾ ദേവന്മാരെ അറിയിച്ചു. ദേവന്മാർക്ക് ആശ്വാസമായി. എന്നാലും ഉള്ളിലൊരു ഭയം. കജൻ തിരിച്ചു വന്നില്ലെങ്കിലോ? ബൃഹസ്പതി കജനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ വലിയ മനസ്സ് ഞാൻ കാണുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഇതൊരു ത്യാഗമാണ്. പക്ഷേ കജ, വെറുതെ ത്യാഗം ചെയ്തതുകൊണ്ട് കാര്യമായില്ല. അതിന് ഫലമുണ്ടാവണം. നിന്റെ ത്യാഗം കൊണ്ട് ദേവന്മാർക്ക് നേട്ടമുണ്ടാവണം. നിനക്ക് ഉറപ്പുണ്ടോ ലക്ഷ്യം നേടി തിരിച്ചു വരാനാകുമെന്ന്? കജൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ. എൻ്റെ അനുഗ്രഹം എപ്പോഴുമുണ്ട് നിനക്ക്. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല. ത്രികാലജ്ഞാനിയാണ് ശുക്രമഹർഷി. കാണുന്ന മാത്രയിൽ തന്നെ നിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് അദ്ദേഹം അറിയും.
മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാൻ വേണ്ടി മാത്രമാണ് നീ അസുരന്മാരുടെ രാജ്യത്ത് വന്നതെന്ന് അറിയും. പിന്നെ എന്താണ് ഉണ്ടാവുക എന്ന് പ്രവചിക്കാനാവില്ല. എന്തും പ്രതീക്ഷിക്കണം. അസുരന്മാർ ജീവനോടെ നിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വിടില്ല. ആയുധമുണ്ടെങ്കിലും തനിച്ചവരോട് എതിർക്കാനുമാവില്ല. കജൻ കൂപ്പുകൈകളോടെ പറഞ്ഞു. എനിക്കൊരപേക്ഷയുണ്ട്. ബൃഹസ്പതി വാത്സല്യത്തോടെ കജനെ നോക്കി. കജൻ തുടർന്നു. എൻ്റെ മനസ്സിൽ നിന്ന് പാപചിന്തകളെല്ലാം അവിടുന്ന് നീക്കിത്തരണം. ഞാനിപ്പോൾ ശുക്രമഹർഷിയെ കാണാൻ പോകുന്നത് മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാനല്ല. ശിഷ്യനായി അദ്ദേഹം ആഗ്രഹിക്കുന്ന കാലം വരെ ഒപ്പം താമസിക്കാനാണ്. ബൃഹസ്പതി അത്ഭുതത്തോടെ ചോദിച്ചു. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെയല്ലാതെ ത്രികാലജ്ഞാനിയായ ശുക്രമഹർഷിയുടെ സവിധത്തിലേക്ക് എനിക്ക് പോകാനാവില്ല. അദ്ദേഹം എൻ്റെ മനസ്സിലേക്ക് നോക്കുമ്പോൾ അവിടെ അരുതാത്തതൊന്നും ഉണ്ടായിക്കൂടാ. ബൃഹസ്പതി കജൻ്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. നീ ബുദ്ധിമാനാണ്. ഇപ്പോഴെനിക്ക് ഉറപ്പായി നീ ചെയ്യാൻ പോകുന്ന ത്യാഗത്തിന് ഫലമുണ്ടാവും. ശുക്രമഹർഷിക്ക് നിന്നെ മൃതസഞ്ജീവനി മന്ത്രം പഠിപ്പിക്കേണ്ടി വരും. അദ്ദേഹം അതിന് നിർബന്ധിതനാവും. ഞാനിതാ അനുഗ്രഹിക്കുന്നു. നിന്റെ മനസ്സിൽ നിന്ന് പാപചിന്തകളൊക്കെ അകന്നു പോകട്ടെ. യഥാർത്ഥ ശിഷ്യനായി ശുക്രമഹർഷി നിന്നെ സ്വീകരിക്കട്ടെ. പോയി വരൂ. കജൻ അച്ഛൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ചു. ബൃഹസ്പതി മകരെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു. ശിരസിൽ മൃദുവായി ചുണ്ടുകളമർത്തി താഴ്ന്ന ശബ്ദത്തിൽ ബൃഹസ്പതി പറഞ്ഞു. അപകടം എപ്പോഴും കൂടെയുണ്ടാവും. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള നൂൽപ്പാലത്തിൽ പലപ്പോഴും തളർന്നു നിൽക്കേണ്ടി വരും. എല്ലാം പരീക്ഷണങ്ങളാണെന്ന് കരുതണം. എന്തു സംഭവിച്ചാലും പതറിക്കൂടാ. അവിടെ നിന്നെ സഹായിക്കാൻ ഒരു ശക്തിയുണ്ടാവും. നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ഒരു പെണ്ണുണ്ടാവും. ശുക്രമഹർഷിയുടെ മകൾ ദേവയാനി. അവൾ നിനക്ക് വഴികാട്ടിയാവും. ദേവന്മാർ ഓരോരുത്തരായി കജനെ അനുഗ്രഹിച്ചു. ഒടുവിൽ കജൻ യാത്രയായി. അവൻ വൃഷപർവാവിൻ്റെ രാജ്യത്തെത്തി. അസുരന്മാർ ആശങ്കയോടെയാണ് കജനെ നോക്കിയത്. ആരാണെന്നും എവിടെ നിന്നാണ് വരുന്നതെന്നും അവൻ ആരോടും പറഞ്ഞില്ല. വൃഷപർവാവിൻ്റെ രാജധാനിക്കടുത്തുള്ള ഒരാശ്രമത്തിലാണ് അസുരഗുരുവും മകൾ ദേവയാനിയും താമസിക്കുന്നതെന്ന് കജൻ അന്വേഷിച്ചറിഞ്ഞു. അയാൾ ആശ്രമത്തിൻ്റെ മുറ്റത്തെത്തി തൊഴുകൈകളോടെ കാത്തുനിന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിനുള്ളിൽ നിന്നും ഒരു വളകിലുക്കം കേട്ടു. ഒപ്പം പാദസരങ്ങളുടെ ശബ്ദവും. കജൻ മുഖമുയർത്തി. ആശ്രമത്തിനുള്ളിൽ നിന്ന് സുന്ദരിയായ ഒരു കുമാരി പുറത്തു വരുന്നത് അവൻ കണ്ടു. മനസ്സടക്കം പറഞ്ഞു, ദേവയാനി. ദേവയാനി കജൻ്റെ മുന്നിലേക്ക് വന്നു. അവർ പരസ്പരം കണ്ടു. ആദ്യ ദർശനത്തിൽ തന്നെ മനസ്സുകൾ പരസ്പരം അടുത്തു. ദേവയാനിക്ക് കജൻ്റെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാൻ തോന്നിയില്ല. ഒടുവിൽ അവൾ ചോദിച്ചു, ആരാ? എന്തിനാ വന്നത്? കജൻ ചെറുചിരിയോടെ പറഞ്ഞു, എനിക്ക് അഭിവന്ദ്യനായ ശുക്രമഹർഷിയെ ഒന്ന് കാണണം. ദയവായി അതിനുള്ള അനുവാദം തരണം. ദേവയാനി അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, ആരോ കാണാൻ വന്നിരിക്കുന്നു. ശുക്രമഹർഷി പുറത്തു വന്നു. കജൻ അദ്ദേഹത്തെ നമസ്കരിച്ചു. വാത്സല്യത്തോടെ കജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ശുക്രമഹർഷി ചോദിച്ചു, ആരാ കുഞ്ഞേ നീ? എന്താ നിനക്ക് വേണ്ടത്? എന്തായാലും ചോദിച്ചോളൂ, ഞാൻ നിന്നിൽ പ്രീതനായിരിക്കുന്നു. കജൻ തൊഴുകൈകളോടെ പറഞ്ഞു, എനിക്ക് അവിടുത്തെ ശിഷ്യനാവണമെന്നുണ്ട്. ദയവായി എന്നെ സ്വീകരിച്ചാലും. അതിനെന്താ, നീ ആഗ്രഹിച്ചത് നടക്കട്ടെ. അവിടുത്തെ ദയയ്ക്ക് നന്ദി. കജൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ശുക്രമഹർഷി ചോദിച്ചു, നീ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകൻ കജനാണ് ഞാൻ. ശുക്രമഹർഷി ആശ്ചര്യത്തോടെ ചോദിച്ചു, ബൃഹസ്പതിയുടെ മകനോ? ഇത് അസുരരാജ്യമാണെന്ന് നീ മറന്നുപോയോ? ഈ രാജ്യം നിങ്ങൾക്ക് നിഷിദ്ധമല്ലേ? നീ എങ്ങനെ എൻ്റെ ശിഷ്യനായി ഇവിടെ താമസിക്കും? നീ ദേവഗുരുവിൻ്റെ മകനാണെന്ന് അസുരന്മാരറിഞ്ഞാൽ? ദേവയാനി മെല്ലെ പറഞ്ഞു, അങ്ങ് വാക്ക് കൊടുത്തു പോയല്ലോ അച്ഛാ, ഇനി വാക്ക് മാറാനാവില്ലല്ലോ. ശുക്രമഹർഷി നിശ്വസിച്ചു. ശരിയാണ്, ഞാൻ വാക്ക് കൊടുത്തു പോയതാണ്. പക്ഷേ അതിവൻ ബൃഹസ്പതിയുടെ മകനാണെന്ന് അറിയുന്നതിന് മുമ്പാണ്. കജൻ വിനയത്തോടെ പറഞ്ഞു, മഹാതപസ്വിയായ ബൃഹസ്പതിയെപ്പോലെ തന്നെയാണ് അങ്ങയെയും ഞാൻ കാണുന്നത്. എനിക്ക് ആരോടും ശത്രുതയില്ല, പകയും വൈരാഗ്യവുമില്ല. അങ്ങയുടെ ശിഷ്യനായി ഈ ആശ്രമത്തിൽ താമസിച്ച് കുറേ കൂടി കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. ദയവായി അനുവാദം തന്നാലും. എപ്പോൾ വേണമെങ്കിലും അങ്ങേക്ക് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാം.
അപ്രിയം തോന്നിയാൽ ശിക്ഷിക്കാം, ശിഷ്യനായി സ്വീകരിക്കില്ല എന്ന് മാത്രം പറയരുത്. മനസ്സില്ലാ മനസ്സോടെയാണ് ശുക്രമഹർഷി കജൻ്റെ അപേക്ഷ സ്വീകരിച്ചത്. ദേവയാനിക്ക് സന്തോഷമായി. ആദ്യം കണ്ടപ്പോൾ തന്നെ അവൾ കജനെ മനസാ ഭർത്താവായി വരിച്ചു കഴിഞ്ഞിരുന്നു. വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും കൂടി കജൻ ഗുരുവിനെ ശുശ്രൂഷിച്ചു. ദേവയാനി വിടാതെ കൂടെയുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴേക്കും കജൻ ശുക്രമഹർഷിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായി തീർന്നു. ദേവയാനിയാകട്ടെ കജൻ്റെ ആത്മാവിൻ്റെ അംശവും. അസുരന്മാർ കജനെ സംശയദൃഷ്ടിയോടെയാണ് എപ്പോഴും ശ്രദ്ധിച്ചത്. അവൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ അവർക്ക് ആശങ്കയായി. മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാനാണ് കജൻ ശുക്രമഹർഷിയുടെ ശിഷ്യനായി പറ്റിക്കൂടിയിരിക്കുന്നത് എന്നവർ അനുമാനിച്ചു. രണ്ടും കൽപ്പിച്ച് അസുരന്മാർ ഒരു തീരുമാനമെടുത്തു. കജനെ കൊന്നേ മതിയാവൂ. പക്ഷേ അതത്ര എളുപ്പമല്ല. കജൻ എന്തെങ്കിലും സംഭവിച്ചാൽ ശുക്രമഹർഷി കോപിക്കും. ദേവയാനിയും വെറുതെ ഇരിക്കില്ല. എന്തുണ്ട് വഴി? അതോടെ പിരിയുന്ന നേരത്ത് ബൃഹസ്പതി സൂചിപ്പിച്ച പരീക്ഷണങ്ങൾ ഓരോന്നായി കജനെ വേട്ടയാടി തുടങ്ങി. ദേവയാനിയുടെ കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകൾ അവന് രക്ഷാകവചമായി. പശുക്കളെ മേയ്ക്കാൻ ഒരു ദിവസം കജൻ വനത്തിലേക്ക് പോയി. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അസുരന്മാർക്ക് സന്തോഷമായി. അവർ കജനെ പിന്തുടർന്നു. പശുക്കളെയും തീറ്റി വിജനമായ വനത്തിലേക്ക് നടന്നു നീങ്ങിയ കജൻ്റെ മേൽ അസുരന്മാർ ചാടി വീണു. കജൻ വിറച്ചുപോയി. രക്ഷപ്പെടാനാവില്ലെന്ന് അവന് മനസ്സിലായി. ഉറക്കെ നിലവിളിച്ചിട്ടും രക്ഷിക്കാൻ ആരും വന്നില്ല. അസുരന്മാർ വാളുകൊണ്ട് കജനെ കഷ്ണം കഷ്ണമാക്കി വെട്ടി നുറുക്കി. അപ്പോൾ നാവ് നൊട്ടി നുണഞ്ഞുകൊണ്ട് കുറേ ചെന്നായ്ക്കൾ ആ വഴി വന്നു. അസുരന്മാർ കജൻ്റെ വെട്ടി നുറുക്കിയ ശരീരം ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. അവ ആർത്തിയോടെ അത് മുഴുവൻ ഭക്ഷിച്ചു. സന്ധ്യയായി. കജൻ മടങ്ങി വരാൻ പതിവിലേറെ വൈകുന്നത് കണ്ടപ്പോൾ ദേവയാനിക്ക് പരിഭ്രമമായി. പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോൾ മേയാൻ പോയ പശുക്കൾ തിരികെ വന്നു. കജനില്ലാതെ. കജനെന്തോ അപകടം സംഭവിച്ചുവെന്ന് ദേവയാനിക്ക് ബോധ്യമായി. നിലവിളിച്ചുകൊണ്ട് അവൾ ശുക്രമഹർഷിയുടെ അടുത്തെത്തി. കജൻ കാട്ടിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്ന വിവരം പറഞ്ഞു. മകളുടെ നിലവിളി കേട്ട് ശുക്രമഹർഷിയുടെ ഹൃദയം ആർദ്രമായി. അദ്ദേഹം അസുരന്മാരെ വിളിച്ചു വരുത്തി കജനെപ്പറ്റി അന്വേഷിച്ചു. അസുരന്മാർ കൈമലർത്തി. ശുക്രമഹർഷിയും ദേവയാനിയും കജനെ തേടി കാട്ടിലേക്ക് പോയി. ദേവയാനിയുടെ നിലവിളി കാട് ഏറ്റുവിളിച്ചു. വഴിമധ്യേ അവർ കുറേ ചെന്നായ്ക്കളെ കണ്ടു. അവയുടെ നാവുകളിൽ നിന്ന് അപ്പോഴും ചോര ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ശുക്രമഹർഷിക്ക് കാര്യം മനസ്സിലായി. ജ്ഞാനദൃഷ്ടി കൊണ്ട് അദ്ദേഹം നടന്നതൊക്കെ അറിഞ്ഞു. അസുരന്മാർ കജനെ വകവരുത്തി ചെന്നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു എന്ന് അദ്ദേഹം ദേവയാനിയോട് പറഞ്ഞു. ദേവയാനി ഉറക്കം നിലവിളിച്ചുകൊണ്ട് അച്ഛനോട് പറഞ്ഞു, കജനില്ലാതെ ഞാൻ ആശ്രമത്തിലേക്ക് തിരിച്ചു വരില്ല. എന്നെയും ഈ ചെന്നായ്ക്കൾ തിന്നോട്ടെ. ശുക്രമഹർഷി ദീനതയോടെ പറഞ്ഞു, വിഡ്ഢിത്തം പറയരുത് ദേവയാനി. കജൻ മരിച്ചുപോയെന്ന സത്യം നീ മനസ്സിലാക്കണം. അത് വിധിയാണ്, തിരുത്താനാവില്ല.